വിഷുക്കണി ദർശനത്തിന് ഒരുങ്ങി ശബരിമല അയ്യപ്പ സന്നിധാനം. നാളെ പുലർച്ചെ 4-ന് നട തുറക്കും. 4 മണി മുതൽ 7 വരെയാണ് വിഷുക്കണി ദർശനം. കണികണ്ട തൊഴുന്നതിനൊപ്പം ശ്രീകോവിലിൽ നിന്നും ഭക്തർക്ക് വിഷുക്കൈ നീട്ടവും നൽകും. ഇനിയുള്ള മണിക്കൂറുകളിൽ തിരക്ക് വർദ്ധിക്കുമെന്നതിനാൽ വിപുലമായ തയ്യാറെടുപ്പുകളാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. മിഥുൻ മുരളി വിവരങ്ങൾ നൽകും. മിഥുൻ, നാളെ രാവിലെ എങ്ങനെ അയ്യപ്പനെ കണികണ്ടുണരാം? ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുടെ വിഷുക്കണി ദർശനത്തിനായി ഭക്തർ കാത്തു നിൽക്കുന്ന മണിക്കൂറുകളാണ്. ഇന്ന് നാളെ പുലർച്ചെ 4 മണിക്ക് വിഷുക്കണി ദർശനം. 4 മണിക്ക് നട തുറക്കും. ഇന്ന് വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം മേൽശാന്തിയും കീഴ്ശാന്തിയും പരികർമ്മികളുമെല്ലാം ചേർന്ന് അയ്യപ്പസ്വാമിക്ക് കണിയൊരുക്കി വെക്കും. ഈ കണിയോടുകൂടിയാണ് ഇന്ന് ഹരിവരാസനം ചൊല്ലി രാത്രി നടയടയ്ക്കുക. പുലർച്ചെ 4 മണിക്ക് നട തുറക്കും. ഓട്ടുരുളിയിൽ പകുതിയോളം ഉണക്കലരി നെല്ലും ചേർത്ത് നിറയ്ക്കുന്നതും അതിൽ ഒരു മുറി നാളികേരം, താലങ്ങളിൽ കണിവെള്ളരി, ചക്ക, മാങ്ങ, നാളികേരം, അഷ്ടമംഗലം, അലക്കിയ വസ്ത്രം, വാൽക്കണ്ണാടി, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങിയവ വെള്ളിപ്പാത്രങ്ങളിൽ നിറയെ നാണയങ്ങളും വെച്ച് കണിയൊരുക്കിയ ശേഷമാണ് ഇന്ന് രാത്രി ഹരിവരാസനം ചൊല്ലി അയ്യപ്പസ്വാമിക്ക് കണിയൊരുക്കി ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുക. നാളെ പുലർച്ചെ മേൽശാന്തി 4 മണിക്ക് നട തുറന്ന് ദീപം തെളിയിച്ച് അയ്യപ്പസ്വാമിയെ ആദ്യം കണി കാണിക്കും. അതിനുശേഷമാണ് ഭക്തജനങ്ങൾക്ക് വിഷുക്കണി ദർശനം ഉള്ളത്. വിഷുക്കണി ദർശനം മാത്രമല്ല, ഭക്തജനങ്ങൾക്ക് ശ്രീകോവിലിൽ നിന്നും നാണയങ്ങളും വിഷു കൈനീട്ടമായി ലഭിക്കും. തന്ത്രി കണ്ഠര് രാജീവരും തന്ത്രി ബ്രഹ്മദത്തിനും മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയും ചേർന്ന് ഭക്തജനങ്ങൾക്ക് വിഷു കൈനീട്ടം നൽകും. 7 മണിവരെ വിഷുക്കണി ദർശനമുണ്ട്. 7 മണിക്ക് ശേഷം പതിവ് പൂജകൾ. ഇനിയുള്ള മണിക്കൂറുകളിൽ വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് വിഷുക്കാലത്താണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. പോലീസ് സംസ്ഥാനത്ത് സുരക്ഷാ ചുമതലയുള്ള SP B അജിത്ത് സന്നിധാനം സ്പെഷ്യൽ ഓഫീസറായി ചുമതലയേറ്റിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സന്നിധാനത്തേക്ക് അധിക ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം KSRTC പ്രത്യേക സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പോകളിൽ നിന്നും സ്പെഷ്യൽ സർവീസ് KSRTC ആരംഭിക്കുന്നു. 85 സ്പെഷ്യൽ ബസ്സുകളാണ് പമ്പ ഡിപ്പോയിലേക്ക് KSRTC അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നടക്കുന്ന ഭക്തജനങ്ങളുടെ എല്ലാം വലിയ ഒരു ഒഴുക്ക് പ്രവാഹം ഇന്നുമായി സന്നിധാനത്ത് തുടരുകയുമാണ്.